ഹലോ ഗേസ്, ഇന്ന് നമ്മൾ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം രാവിലെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം നടന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ച് പിന്നെ ഓട്ടോ ഒക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ തോന്നും കേട്ടോ. പിന്നെ കടയിൽ കയറണമായിരുന്നു. രണ്ട് മൂന്ന് സാധനങ്ങൾ ഇവർക്ക് ബിസ്ക്കറ്റ് മുട്ടായൊക്കെ വാങ്ങണമായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങിച്ച് ഇവള് കണ്ടോ, ആ പട്ടിയെടുത്ത് പോകാൻ ഭയങ്കര വാശിയാണ്. അതിനെയും കൈ കയറി പിടിച്ചേക്കുക കേട്ടോ. ഇത് നമ്മുടെ സ്റ്റോപ്പാണ്, സ്റ്റേഡിയം എന്ന് പറയുന്നത്. മെയിൻ സ്റ്റോപ്പ് കൂടലാണ്. ഇപ്പം നമ്മളിവിടെ നിന്നാലും വണ്ടിയൊക്കെ നിർത്തും. പിന്നെ ഫാസ്റ്റ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നിർത്തത്തില്ല. പിന്നെ വണ്ടിയിലൊക്കെ കയറി എന്തേലും നമ്മുടെ ഈ ലേസോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ അടക്കിയിരുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ പുനലൂരെത്തി. ഇതാണ് പുനലൂർ തൂക്കുപാലം. നേരത്തെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ തൂക്കുപാലത്തിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ബസ്സിൻ്റെ സമയത്താണ് വരുന്നത്. ബസ്സിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 2:30 2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നിരിക്കും കേട്ടോ. ഇവിടെ സമയത്തേ ഉള്ളൂ ബസ്. ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി താമസിച്ചാണ് അടുത്ത ബസ്. പിന്നെ അമ്മ ജോലിക്കൊക്കെ പോയി. പിന്നെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങോട്ടുള്ള ബസ്സിന് കയറി ഇരിക്കുവാണേ. അപ്പം ഇത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിർത്തിയിടും. അത് കഴിഞ്ഞ് ബസ് പതുക്കെ എടുത്ത് ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നെല്ലിപ്പള്ളി എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. അവിടുന്ന് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വീട് അങ്ങോട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ കഴിയുമ്പോഴത്തേനും പ്ലാന്റേഷനൊക്കെയാണ്. പിന്നെ അപ്പുറത്തെ സൈഡ് റബ്ബർ തോട്ടം, ഇപ്പുറത്തെ സൈഡ് ആറുമാണ്. അങ്ങനെ നല്ല എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞൊരു ഒരു ഇതാണ് അവിടെ. പിന്നെ ഒരു കുഞ്ഞ് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടാണ് എൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തി എൻ്റെ മാമനൊക്കെ ഇവിടാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ലയങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ലയങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശാലിയേക്കര. ഇതാണ് മെയിൻ സ്റ്റോപ്പ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഇറങ്ങുന്നതാണ്. ഇവിടെ വരെ ഉള്ളു വണ്ടി. അപ്പം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ കൂടെ തന്നെ വണ്ടിക്ക് അങ്ങോട്ട് പോകാം. അല്ലാതെ തന്നെ നടന്ന് ഈ കണ്ടത്തിൽ കൂടെ പോകാൻ പറ്റുമേ. ഞങ്ങളിപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഈ കണ്ടത്തിൽ കൂടെ ഞാൻ നടന്നു പോവാണ്. അപ്പം ഇവളാണെങ്കിൽ താഴെ നടക്കുന്നതേ ഇല്ല. ഇവള് കയറി എൻ്റെ ഇരിക്കുക. അങ്ങനെ പിന്നെ നടന്ന് പിന്നെ ഇതാണ് അമ്മയുടെ വീട്. ഇതാണ് പക്ഷേ ഇതെൻ്റെ കുഞ്ഞമ്മയുടെ വീട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഇപ്പം താഴെ ആരും നിൽക്കുന്നില്ല, എല്ലാവരും ഇവിടെയാണ് നിൽക്കുന്നത്. കുഞ്ഞമ്മ ഗൾഫിലാണ്. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേനും മാമി അടുക്കളയിൽ കപ്പയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും